എന്നത് മാത്രമാണ് ഒരു ഉദ്ദേശം. ആദ്യം തന്നെ മാഡത്തിന്റെ മാതാപിതാക്കൾക്ക് 1 കോടി നമസ്കാരം കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ എന്താ പറയാ നമ്മുടെ ഹൃദയതാളമായ അല്ലെ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നൂർജലീല മാഡത്തിന്റെ വാക്കുകളിലേക്ക് നമുക്ക് പോവാം. എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? അതൊക്കെ സുഖമാണോ? സുഖമാണോ? ഓക്കെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. നോമ്പായതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് വരാൻ പറ്റുമോ എന്ന് ഞാൻ ആദ്യം ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എപ്പോഴും എൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഏതൊരു വേദിയും എനിക്ക് വളരെ നല്ല അനുഭവങ്ങളും പ്രതീക്ഷയും പ്രചോദനം നൽകുന്ന ഓരോ അനുഭവങ്ങളായിട്ടാണ് മാറാറുള്ളത്. അതുകൊണ്ട് ഒരു ക്ഷണവും എനിക്കങ്ങനെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റാനായിട്ടുള്ളൊരു മനസ്സ് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് ഈ ഒരു വേദിയിൽ സംസാരിക്കാനായിട്ടും എൻ്റെ ജീവിതം പങ്കുവെക്കാനായിട്ട് എനിക്ക് ഈ ഒരു അവസരം തന്നതിന് ഇതിൻ്റെ സംഘാടകർക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹം ഞാൻ ആദ്യം തന്നെ അറിയിക്കണം. തൃശ്ശൂർ എന്ന് പറയുമ്പോൾ എൻ്റെ ഉപ്പാൻ്റെ നാട് തൃശ്ശൂരാണ്. എൻ്റെ ഉപ്പ പഴുവിൽ ആണ് എൻ്റെ ഉപ്പാൻ്റെ വീടൊക്കെ ഉള്ളത്. അപ്പോൾ ഒരുപാട് കോഴിക്കോടും മലപ്പുറത്തൊക്കെ ഒരുപാട് വേദികളിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിലും തൃശ്ശൂരേക്ക് വരുമ്പോൾ കുട്ടിക്കാലത്തെ കുറേ ഓർമ്മകളും എല്ലാവരും കയറി വരുമ്പോൾ തൃശ്ശൂരും അതേപോലെ എൻ്റെ ഉമ്മാൻ്റെ നാട് എറണാകുളമാണ്. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഒക്കെ നാട്ടിൽ വന്നിട്ട് ഒരു പ്രോഗ്രാമിന് ചീഫ് ഗസ്റ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുക എന്നുള്ളത് എനിക്കൊരു അംഗീകാരമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ വനിതാ ദിനമാണ്. നമ്മൾ ഓരോരുത്തരും സ്പെഷ്യൽ ആക്കുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും കോൺഫിഡൻസ് ആണ് അല്ലേ? ഇപ്പോൾ നേരത്തെ മുന്നേ സംസാരിച്ച സാർമാരൊക്കെ ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പം അതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്ന രീതിയിൽ എന്നെ പ്രശംസിക്കുകയും അതേപോലെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരുപാട് വാക്കുകൾ കേട്ടപ്പോൾ വളരെയധികം സന്തോഷവും അതേപോലെ ആ ഒരു ആക്സെപ്റ്റൻസ് എനിക്ക് അതിൻ്റെ ഭംഗിയായ രൂപത്തിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റി. ഒരുപാട് പരിമിതികളെ അതിജീവിച്ച് വന്നൊരു വ്യക്തി എന്നൊക്കെ പറയുന്നതിനേക്കാളും എനിക്ക് അതിനൊരു തിരുത്തൽ കൊടുത്ത് പറയാൻ ആഗ്രഹമുള്ളത്, പരിമിതികളോടൊപ്പം തന്നെ ജീവിച്ച് വളർന്ന് ഇത്രയും വരെ എത്തിയ ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. ഇന്നത്തെ ഈ ഒരു വനിതാ ദിനത്തിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മയും ഉപ്പയും ഇത്താത്തയുണ്ട്. അപ്പം ഈ അടുത്താണ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്, നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ചെറുപ്പം മുതലേ തന്നെ എൻ്റെ പേരൻസ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷേങ്കിലും ഒരു എൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ ഞാൻ 90% ഡിസേബിൾഡ് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ എന്നൊരു സാധാരണ കുട്ടീനെ എങ്ങനെയാണോ കാണുന്നത്, അതേ സ്നേഹമല്ല അതേ കണ്ണിലൂടെ തന്നെ പക്ഷേ എനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. സിമ്പതി എന്നുള്ളൊരു സംഭവം ചെറുപ്പം മുതലേ എനിക്ക് സിമ്പതിയിൽ നിന്ന് എന്നെ കുറേ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ വളർച്ച ഉണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ ജനിച്ച സമയത്തൊക്കെ എന്തായിരിക്കും ഈ കുട്ടീൻ്റെ ഭാവി എന്നൊക്കെ ആലോചിച്ച് ഒരുപാട് ടെൻഷൻ അടിച്ച സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എൻ്റെ പേര് പറയുമ്പോൾ അല്ലെങ്കിൽ നൂർജലീല എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ചേർത്ത് പിടിക്കാനും അതേപോലെ അപ്രീഷിയേറ്റ് ചെയ്യാനും ഒരുപാട് പേരുണ്ട്. പക്ഷേ എൻ്റെ ചെറുപ്പകാലത്തിൽ അത്രത്തോളം സ്ട്രഗിളും അല്ലെങ്കിൽ അത്രത്തോളം ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ ഒരു നിലയിൽ എത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും സുഖസൗകര്യങ്ങളിലേക്കാളും ഒരുപാട് പ്രയാസങ്ങളാണ് എന്നെ ആക്ച്വലി ഇന്നത്തെ ഈ ഒരു കോൺഫിഡൻസിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അത് ഞാൻ ഒരു എന്താ പറയുക വേദിയിൽ കയറി ഞാൻ എന്തെങ്കിലും പറയണ്ടേ എന്നുള്ള രീതിയിൽ ഞാൻ പറയല്ല. കാരണം ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് സ്കൂളിലൊക്കെ ചേരേണ്ട സമയമായിരുന്നു. അപ്പം എനിക്ക് 2 കൈയും 2 കാലും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഉപ്പ ഇലക്ട്രിക്കൽ കോൺട്രാക്ടറാണ്. അപ്പോൾ ഉപ്പ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന അതേപോലെ എനിക്ക് ഇത്താത്ത പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്കൂളുണ്ടായിരുന്നു. ആ സ്കൂളിൽ എനിക്ക് അഡ്മിഷന് വേണ്ടി ചേർന്ന സമയത്ത് അവിടുത്തെ മാനേജ്മെൻറ്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കുട്ടിക്ക് 2 കൈയും 2 കാലും ഇല്ലാത്തത് കൊണ്ട്
ഞാൻ അവിടെ പഠിക്കുമ്പോൾ അത് മറ്റുള്ള കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടാകും എന്നുള്ള ഒരു ന്യായമില്ലാത്തൊരു ന്യായം പറഞ്ഞിട്ട് അവര് എനിക്ക് അഡ്മിഷൻ തന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പൊരുതി നേടാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല അന്ന്. പക്ഷെ അടുത്ത കൊല്ലം ഒന്നും കൂടി ചെന്ന് നോക്കി. അപ്പോഴും അവർ സെയിം ഡയലോഗ് പറഞ്ഞപ്പോൾ എൻ്റെ ഉപ്പാൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു CBSE ബോർഡിന് കേസൊക്കെ കൊടുത്തൂടെ എന്നുള്ള രീതിയിൽ ചോദിച്ചു. പക്ഷെ എൻ്റെ ഉപ്പ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമുണ്ട്, അങ്ങനെ കേസ് കൊടുത്തിട്ടോ ചോദിച്ചോ തട്ടിപ്പറിച്ചോ പറഞ്ഞിട്ടൊരു കാര്യമല്ല ആക്സെപ്റ്റൻസ് എന്ന് പറയുന്ന സംഭവം. എന്നെ ഞാനായിട്ട് അംഗീകരിക്കുന്ന സ്ഥലത്ത് ഞാൻ എത്തിപ്പെടുമ്പോഴാണ് എൻ്റെ വില പോലും എനിക്കും റിയലൈസ് ആവുക. അങ്ങനെ എന്നെ ഞാനായി അംഗീകരിക്കുന്ന ഒരു സ്കൂളിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഓൾ ഇന്ത്യ പെയിൻറ്റിംഗ് കോമ്പറ്റീഷനും ഹാൻഡ് റൈറ്റിംഗ് കോമ്പറ്റീഷനും ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ 9ാം ക്ലാസ്സിലും +1 പഠിക്കുമ്പോൾ ആ ഹോൾ സ്കൂളിൻ്റെ സ്കൂൾ ലീഡറായിരുന്നു ഞാൻ. മാർച്ച് പാസ്റ്റിനൊക്കെ സ്കൂളിലെ എല്ലാ കുട്ടികളെയും നയിച്ച് മുമ്പിൽ കോട്ടി പിടിച്ച് നടന്നിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ. അപ്പം അത് എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ എന്നെ അംഗീകരിക്കുന്ന ആ സ്കൂളിൽ നിന്ന് ഞാൻ പഠിച്ച് 12ാം ക്ലാസ് കഴിഞ്ഞിറങ്ങിയപ്പോൾ എനിക്ക് ഫസ്റ്റ് അഡ്മിഷൻ തരില്ല എന്ന് പറഞ്ഞ സ്കൂളുണ്ടായിരുന്നല്ലോ, അവരുടെ അതേ മാനേജ്മെന്റിന്റെ ഒരു ആനുവൽ ഡേ പ്രോഗ്രാമിന് അവരെന്നെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചു. അന്ന് ആ വേദിയിൽ മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാകേണ്ട രീതിയിൽ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ വളരെയധികം അഭിമാനം എനിക്ക് തോന്നി. ഒരു ഹീറോയിക് ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, ആക്സെപ്റ്റൻസ് നമുക്ക് നമ്മുടെ വില മനസ്സിലാക്കുന്നിടത്താണ് നമുക്ക് ആക്സെപ്റ്റൻസ് കിട്ടുക. അതിനുശേഷം എനിക്ക് എൻ്റെ വർത്ത് മനസ്സിലായി, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മനസ്സിലായി. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ 2 കാലം ആർട്ടിഫിഷ്യൽ ലിംബ് വെച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്തൊക്കെ എന്നെക്കാളും ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരെ കാണിച്ചു തന്നിട്ട് എന്നോട് എൻ്റെ ഉപ്പയും അതേപോലെ എൻ്റെ ഡോക്ടേഴ്സും ഒക്കെ പറയുമായിരുന്നു, എന്നെക്കാളും ബുദ്ധിമുട്ടുന്ന എന്നെക്കാളും കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഉള്ളതിൽ നന്ദിയുള്ളവളാകുക എന്നതായിരിക്കട്ടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യം. ഇന്നിപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ എന്താ പറയുക, എനിക്ക് വിഷമിച്ചിരിക്കാനായിട്ട് ഒരുപാട് കാരണങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഞാനങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവില്ല. എൻ്റെ ലൈഫ് വിഷമിക്കുക എന്നല്ലാതെ അതിൽ നിന്ന് എനിക്കൊരു സന്തോഷമൊന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് ഞാൻ അംഗീകരിക്കുന്നതുകൊണ്ട് എൻ്റെ ചുറ്റുമുള്ളവർക്കും എന്നെ ഒരുപാട് സ്നേഹവും ഒരുപാട് ഇഷ്ടവും ചുറ്റുമുള്ളവർക്ക് ആ ഒരു പോസിറ്റീവ് എനർജി കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. അതേപോലെ ഞാൻ എന്താ പറയുക, നമുക്കൊരു ചിലപ്പോഴെങ്കിലും മടിയൊക്കെ ആവുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നത്. ആ സമയത്തൊക്കെ എൻ്റെ ഇത്താത്ത ചോദിക്കും ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താ നിനക്ക് ചെയ്താൽ നിനക്ക് ചെയ്ത് നോക്കിക്കൂടെ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആക്ച്വലി എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ അത്രയും നല്ലൊരു പോസിറ്റീവ് എനർജിയും ആ ഒരു പ്രോത്സാഹനം ലഭിച്ചതുകൊണ്ട് ഇപ്പം ആരെങ്കിലും എന്നോട് അത് ചെയ്യേണ്ട, നൂറിന് അത് ചെയ്യാൻ പറ്റില്ല ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് തന്നെ ചെയ്യും. കാരണം വേറൊരാളല്ല തീരുമാനിക്കേണ്ടത് എനിക്ക് എന്താ ചെയ്യാൻ പറ്റില്ല. ആ ഒരു സംഭവം എനിക്ക് മനസ്സിലായപ്പോൾ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഡിസബിലിറ്റി എന്ന് പറയുന്നത് അത് മേ ബി എൻ്റെ ഒരു ഡിഫറെൻ്റ് എബിലിറ്റി ആയിട്ടായിരിക്കാം എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ 100% ആണ് ഉണ്ടാവുക. അതിലെനിക്ക് 90% വൈകല്യമാണ് വന്നത്. വെറും 10% മാത്രം എബിലിറ്റി എനിക്കുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു സാധാരണ വ്യക്തി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മേ ബി ഒരു വേറെ രീതിയിൽ, പക്ഷെ അതിനേക്കാൾ നല്ലോണമായിട്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുമ്പോൾ അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനമുണ്ട്. അതേപോലെ തന്നെ ഞാൻ എങ്ങനെയാണോ അതിൽ എനിക്ക് ഏറ്റവും സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴെങ്കിലും കയ്യില്ലാത്തതിലും കാലില്ലാത്തതിലും അങ്ങനെ വിഷമമൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. ടു ബി വെരി ഫ്രാങ്ക്, അങ്ങനെ ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. അത് തീർച്ചയായിട്ടും എൻ്റെ പേരൻസിൻ്റെ ആ ഒരു സക്സസ് തന്നെയാണ്. ഇപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ പേരൻസാണ്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ എന്നെ കളിയാക്കുന്നതും ട്രോളുന്നതും എൻ്റെ പേരൻസ് തന്നെയാണ്. ഇപ്പം എന്നെ പറ്റിയൊക്കെ ഇങ്ങനെ ഒരുപാട് പറഞ്ഞിട്ടുമ്പോൾ ഇവിടെ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ
അത്രത്തോളം എന്താ പറയുക, എന്നെ ഞാനായിട്ട് മനസ്സിലാക്കുന്ന കുറച്ച് ആൾക്കാർ എനിക്കുള്ളത് കൊണ്ട് അതെൻ്റെ ലൈഫിൽ വളരെയധികം മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴും സക്സസ് ഒന്നും അല്ല എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ തോൽവിയും മാറ്റി നിർത്തലും അവഗണനയും ഒക്കെ ഞാൻ നേരിട്ടിട്ടുണ്ട്. പക്ഷെ അതെല്ലാം എന്നെ ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഉഷാറാക്കിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഈ സ്റ്റേജിൽ കയറി നിന്ന് സംസാരിക്കുന്നതൊക്കെ ഇത് എന്താ പറയുക, ഞാൻ 5ാം ക്ലാസ് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ദീപിക ന്യൂസ് പേപ്പർ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു പ്രസംഗ മത്സരം ഉണ്ടായിരുന്നു. അപ്പം അതിൽ മതം മാനവ മൈത്രിക്ക് എന്നുള്ളൊരു സബ്ജക്റ്റ് ആയിരുന്നു പ്രസംഗത്തിൻ്റെ ടോപ്പിക്. അപ്പോൾ ഉമ്മ എനിക്ക് പ്രസംഗത്തിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി തന്ന് കാണാതെ പഠിച്ച് പ്രസംഗത്തിന് പോയി. ആദ്യത്തെ റൗണ്ടിൽ എനിക്ക് 2nd പ്രൈസ് കിട്ടി. അതേപോലെ അതിൻ്റെ 2ാമത്തെ റൗണ്ടിൽ എനിക്ക് 3rd പ്രൈസ് കിട്ടി. അങ്ങനെ ഫൈനൽ റൗണ്ട് എത്തിയിട്ടുണ്ടായിരുന്നത് മൂവാറ്റുപുഴ ഒരു നിർമ്മല സ്കൂളിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ പരിപാടി നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനും ഉമ്മയും എൻ്റെ ഇത്താത്തയും ഞങ്ങളെല്ലാവരും കൂടിയാണ് പരിപാടിക്ക് പോയത്. അപ്പം 30ഓളം കണ്ടസ്റ്റൻസ് ഉണ്ട്. എൻ്റെ ചെസ്റ്റ് നമ്പർ 3 ആയിരുന്നു. അങ്ങനെ ഭയങ്കര ഘോരഘോരമായിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരൊക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ഏകദേശം തീരുമാനിച്ച് തീർന്നു കഴിഞ്ഞ് എന്ന് ഞാൻ വിചാരിച്ചപ്പോഴൊക്കെ ഞാനിങ്ങനെ എൻ്റെ പ്രസംഗമൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ളവരതൊക്കെ കേൾക്കുമ്പോൾ ഉപ്പ ഇങ്ങനെ ഇടക്കിടക്ക് എന്നെ നോക്കി ചിരിക്കുന്നതായിരുന്നു. അങ്ങനെ എല്ലാവരും പ്രസംഗിച്ചൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് റിസൾട്ട് പറയുന്ന സമയത്ത് എനിക്കുള്ളിൽ എവിടെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ കിട്ടാതിരിക്കൂല എന്നുള്ളത്. അങ്ങനെ 3ാം സമ്മാനത്തിന് അനൗൺസ് ചെയ്ത്, അപ്പോൾ അത് എൻ്റെ ചെസ്റ്റ് നമ്പർ ആയിരുന്നില്ല. 2ാം സ്ഥാനത്തിന് അനൗൺസ് ചെയ്ത്, അതും എൻ്റെ ചെസ്റ്റ് നമ്പർ ആയിരുന്നില്ല. അങ്ങനെ 1ാമത്തെ വിന്നറിനെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഉപ്പനോട് പറയുന്നു, എന്തായാലും 2ാമത്തെ 3ാമത്തെ ഒക്കെ പറഞ്ഞു, നമുക്ക് എന്തായാലും മൂവാറ്റുപുഴ വരെ വന്നല്ലേ, നല്ല ചായ പടങ്ങൾ കഴിച്ചിട്ട് വീട്ടിൽ പോവുക എന്നുള്ള രീതിയിൽ എന്നെ കളിയാക്കി വിട്ട്. പക്ഷേ അപ്പോഴും എൻ്റെ ഉള്ളിൽ എന്തോ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇവരിനെ കളിയാക്കിയെങ്കിൽ ഇവർക്കും അറിയാം. അങ്ങനെ 1ാമത്തെ വിജയിന്ന് പറഞ്ഞപ്പോൾ അത് ഞാനായിരുന്നു. സ്റ്റേറ്റ് ലെവൽ മലയാള പ്രസംഗ മത്സരത്തിൽ ഞാനായിരുന്നു ഫസ്റ്റ് പ്രൈസ്. അതിനുശേഷം ഭയങ്കര കോൺഫിഡൻസ് ആയി. സ്കൂളിലൊക്കെ ഞാൻ വലിയ സ്റ്റാറായി, വലിയ മെയിനായി. അപ്പോൾ അതിനുശേഷം അതിൻ്റെ പിറ്റത്തെ കൊല്ലം ആണ് വേറൊരു കോമഡി ഉണ്ടായത്. അതായത് ഞാൻ ഇതേ പ്രസംഗ മത്സരത്തിൽ ഒന്നും കൂടെ പങ്കെടുത്തു. അപ്പം 1ാമത്തെ റൗണ്ടിൽ കോഴിക്കോട് പ്രസൻറ്റേഷൻ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ കുറേ പേരുണ്ടായിരുന്നു സംസാരിക്കാനൊക്കെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞ് എൻ്റെ അവസരത്തിൽ ഞാനിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജഡ്ജസിന് പഴംപൊരി ജയം കൊണ്ട് കൊടുക്കേണ്ടിയിരുന്നു. എൻ്റെ പ്രസംഗം അല്ലെങ്കിൽ എൻ്റെ കണ്ണു പോയത് പഴംപൊരിയിലേക്കും ചായയിലേക്കും ആയിട്ട് പ്രസംഗം കഴിഞ്ഞു പോയി. അങ്ങനെ അവിടെ സ്റ്റേജിൽ നിന്നും ബൊബ്ബ അടിച്ച് അങ്ങനെ എന്നിട്ട് എനിക്ക് 4th പ്രൈസ് ഒക്കെ കിട്ടി. പക്ഷെ അത് ബാക്കിയുള്ളതിലേക്കൊന്നും കോമ്പറ്റീഷനിലേക്കൊന്നും കയറാൻ പറ്റില്ലല്ലോ. അങ്ങനെ അതിനുശേഷം കുറച്ച് കാലം ഞാൻ ഈ പ്രസംഗിക്കാനോ അങ്ങനത്തേലൊന്നും നിൽക്കാതായി. കാരണം എനിക്ക് ഭയങ്കര ഒരു സങ്കടമായി. നമ്മളത്ര സീരിയസ് ആയിട്ട് സംസാരിച്ചപ്പോൾ ഒരു പഴംപൊരി കണ്ടപ്പോൾ എനിക്ക് പണ്ട് മുതലേ പഴംപൊരി ഇഷ്ടമുള്ളത് കൊണ്ട് എൻ്റെ കോൺസെൻട്രേഷൻ മറന്നില്ല. പക്ഷെ പിന്നീട് ഔട്ട് ഓഫ് മൈ എക്സ്പീരിയൻസ് ഇപ്പം ഞാൻ എവിടെ നിന്ന് സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് പേപ്പർ നോക്കിയിട്ടോ അല്ലെങ്കിൽ ഞാൻ എവിടെ നിന്നെങ്കിലും റെഫറൻസ് എടുത്തിട്ടോ പറഞ്ഞതല്ല. റെഫറൻസ് എടുക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ്. ഇന്നിപ്പോൾ പണ്ടൊക്കെ ബസ്സിൽ പോകുമ്പോൾ ആൾക്കാർ എന്നോട് ചോദിക്കും, അയ്യോ കുട്ടിക്ക് കയ്യില്ലേ കാലില്ലേ എന്നൊക്കെ ചോദിക്കും. സാധാരണ ഒരു വ്യക്തിക്ക് നിങ്ങൾക്കൊക്കെ ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും എനിക്ക് കയ്യില്ല അല്ലേ. പക്ഷേ ഇത് കണ്ടിട്ട് മനസ്സിലാവാത്ത പോലെ നിന്ന് ചോദിക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കുത്തി നോക്കുമ്പോൾ സത്യമായിട്ടും വിഷമമാറുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ബസ്സിലൊക്കെ ഞാൻ ഒറ്റക്ക് വരെ യാത്ര ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും എൻ്റെ അടുത്ത് വന്നാൽ കൈയില്ലാല്ലേ എന്ന് വെച്ചാൽ ഞാൻ പറയും, കൈ മാത്രമല്ല ചേച്ചി എനിക്ക് കാലുമില്ല എന്ന് പറയാനുള്ളൊരു ധൈര്യത്തിൽ ഞാൻ എത്തിയിട്ടുണ്ട്. കാരണം ഞാൻ നുണയെന്നല്ലല്ലോ പറയുന്നത്, ഇല്ലാത്ത സത്യം തന്നെയാണല്ലോ പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കതിൽ വലിയ ബുദ്ധിമുട്ടോ പ്രശ്നമൊന്നായിട്ട് എനിക്ക് തോന്നില്ല. കാരണം എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഡ്രൈവിങ് വരെ അറിയാം. ഞാൻ ഈ ലൈസൻസ് എടുക്കാനുള്ള ഒരു സാവകാശം കൂടിയുണ്ട്. അപ്പം എൻ്റെ എല്ലാ കാര്യങ്ങളും ചെറുപ്പത്തിൽ മുതൽ എൻ്റെ രീതിയിൽ ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കര അടിപൊളിയാണെന്ന് എനിക്ക് തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് വളരെ എന്താ പറയുക ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്.
അതായത് എനിക്ക് കുറേ യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ടൂറ് പോയ സമയത്ത് നമ്മൾ ചിക്കമാംഗ്ലൂർ ഭാഗത്തേക്ക് ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഒരു ഹിൽ സ്റ്റേഷനിൽ പോയപ്പോൾ ആ ഹിൽ സ്റ്റേഷൻ്റെ ഏറ്റവും മുകളിൽ ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നു. ബാബ ബുധങ്കരി ടെമ്പിൾ എന്നാണ് അതിൻ്റെ പേര്. അപ്പം അത് അതിൻ്റെ മുകളിൽ എത്തണമെങ്കിൽ 500 സ്റ്റെപ്പ് കയറണം. അപ്പം കൂടെയുള്ള ബാക്കി കുട്ടികളൊക്കെ മിക്കവാറും പേരൊക്കെ കയറിപ്പോയി. അങ്ങനെ ഭയങ്കര ഇങ്ങനെ ചുരം പോലെ വളഞ്ഞു പൊളഞ്ഞിട്ടുള്ള റോഡായതുകൊണ്ട് അതിൻ്റെ അവിടേക്ക് എത്തിയപ്പോഴത്തേക്കും ആകെ സൈഡായിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാ കുട്ടികളും ഇങ്ങനെ കയറിപ്പോയപ്പോൾ കുറച്ച് പേരെങ്കിലും എന്നോട് ചോദിച്ചു, കുറേ സ്റ്റെപ്പില്ലേ, 100 കയറാൻ പറ്റൂലേ, ഇരിക്കില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴ് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ഒരു പക്ഷേ ഞാനത് കയറിയിട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ വലിയ മിസ്സിങ് ആയിരിക്കും സംഭവിക്കുക എന്ന് എനിക്ക് എന്തോ തോന്നി. അങ്ങനെ നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഡ്രൈവർ ചേട്ടനെയും എൻ്റെ സാറും പിന്നെ 2-3 ഫ്രണ്ട്സിനെ കൂടിയിട്ട് എത്രത്തോളം അതിൻ്റെ മുകളിലേക്ക് എത്തി തീർക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. പക്ഷേങ്കിലും എനിക്ക് പറ്റുന്നത്ര കയറി നോക്കാമല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസിൽ ഞാൻ കയറി തുടങ്ങി. ആദ്യത്തെ 100 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ ക്ഷീണിച്ച്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെയും അടുത്ത 100 സ്റ്റെപ്പ് കയറി. അങ്ങനെ ഓരോ 100 സ്റ്റെപ്പിലും റെസ്റ്റൊക്കെ എടുത്ത് ലാസ്റ്റ് ഞാൻ എൻ്റെ ഈ 2 കാലിലും വെപ്പുകാല് വെച്ച് നടക്കുന്ന ഞാനെന്ന വ്യക്തി 500 സ്റ്റെപ്പ് കയറി ഏറ്റവും മുകളിൽ പോയി. അതിൻ്റെ മുകളിൽ പോയപ്പോൾ ഭയങ്കര ഭംഗിയുള്ള നല്ലൊരു കാഴ്ച കണ്ടപ്പോൾ, നല്ല തണുത്ത കാറ്റടിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. നമ്മൾ ഫിസിക്കലി എന്തൊക്കെ പ്രയാസങ്ങൾ സംഭവിക്കുന്നോ അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ മൈൻഡിന് അത് ബാധിച്ചിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ശരിക്കും തളർന്നു പോവുക. ഇപ്പം എൻ്റെ പേരൻസ് ചെറുപ്പത്തിൽ തന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ റൂമിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെയാവില്ല. ഇത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സംഭവിച്ചത് കൊണ്ട് തന്നെ ബാക്കിയുള്ളവർ ചെയ്യുന്നതിനേക്കാളും നിനക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ട് ഇന്നിപ്പോൾ എനിക്ക് തന്നെ അറിയാം. വേറൊരു വ്യക്തി വന്ന് അത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അംഗീകരിച്ചു കൊടുക്കില്ല. അത് അങ്ങനത്തെ ഒരു രീതിയിൽ ഞാൻ വളർന്നുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ പേരൻസിനാണ് അതിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ്. പിന്നെ ഇന്നത്തെ വുമൻസിലേക്ക് ഞാനിങ്ങനെ സ്വന്തം ഉമ്മയാണ്ട് പൊക്കി പറയാനാണ് നിങ്ങളാരും വിചാരിക്കുന്നത്. പക്ഷെ എനിക്ക് എൻ്റെ ലൈഫിൽ ആകെ ഇഷ്ടമുള്ള കുറച്ച് ഞാൻ വളരെ ചൂസ് ചെയ്തിട്ടാണ് ആൾക്കാർ എൻ്റെ ലൈഫിൽ സെലക്ട് ചെയ്യുക. അപ്പം എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 പേരാണ് ആക്ച്വലി എൻ്റെ ഉമ്മയൊക്കെ. അപ്പം എൻ്റെ ഫോണിൻ്റെ വാൾപേപ്പർ പോലും ഉമ്മാരുടെ ഫോട്ടോ ആണ്. അപ്പം നമ്മൾ ഇപ്പോൾ വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഉമ്മയും മക്കളും തമ്മിൽ തല്ലുകൂടുകയൊക്കെ ചെയ്യെങ്കിൽ പോലും അൾട്ടിമേറ്റ്ലി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കൈൻഡ്നെസ്സും മറ്റുള്ളവരെ സ്നേഹിക്കണം എന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ള വ്യക്തി എൻ്റെ ഉമ്മയാണ്. ഒരു ചെറിയൊരു എക്സാമ്പിൾ, പക്ഷെ അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഉമ്മ രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ പഴയ ഒരു പാത്രം ഉണ്ടാവും. ആ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഗേറ്റിൻ്റെ സൈഡിലുള്ള മതിലിൻ്റെ മുകളിൽ ഉമ്മ എടുത്ത് വെക്കും. ഉമ്മ അത് എടുത്ത് വെച്ച് കഴിയുമ്പോൾ തന്നെ 2-3 കാക്കകൾ വന്ന് വെള്ളം കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കിളികളൊക്കെ വന്ന് വെള്ളം കുടിച്ചു. ശരിക്കും ഉമ്മാക്കത് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടോയെന്ന് പോലും നമുക്ക് ഓരോരുത്തർക്കും ചോദിക്കാം. പക്ഷേ ആ ഒരു കാര്യം ഉമ്മ എല്ലാ ദിവസവും ചെയ്യുമ്പോൾ ഉമ്മ ഒരിക്കലും കൈൻഡ്നെസ് പഠിപ്പിച്ച് തരിക അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഓരോരോ ആക്ഷൻസ് കൂടെ നമ്മൾ പഠിക്കുന്നവരുടെ ആ ഒരു കാര്യം ഇപ്പോൾ ഓരോ ദിവസവും എന്തെങ്കിലും കാക്കകളൊക്കെ വന്ന് വെള്ളം കുടിക്കുമ്പോൾ ഞാൻ ആലോചിക്കും, ഇതിൻ്റെയൊക്കെ പുണ്യം ഉമ്മാക്ക് കിട്ടുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ, അതേപോലെ ഇതൊക്കെ കണ്ട് പഠിക്കാനുള്ളൊരു അവസരം എനിക്കും കൂടെ കിട്ടിയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര വലിയൊരു സന്തോഷം എനിക്ക് തോന്നി. അതേമാതിരി എന്നോട് എപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ നമുക്ക് എത്ര ഇഷ്ടമില്ലാത്ത ആളാണ് വീട്ടിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിലും ഒരിക്കലും നമ്മൾ മുഖം കറുപ്പിച്ച് നിൽക്കുകയോ അവരോട് ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യരുത്. നമ്മുടെ വീട്ടിൽ വരുന്ന ആരാണെങ്കിലും, ഏത് വലിയ ആളുകളെങ്കിലും ഏത് ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിലും അവരെ നമ്മുടെ അതിഥികളെ പോലെ തന്നെ സ്നേഹത്തോടെ തന്നെ വീട്ടിലേക്ക് കയറ്റണം എന്ന് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് എൻ്റെ ഉമ്മ ചെറുപ്പത്തിൽ. അപ്പം ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ പേരൻസ് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കുട്ടികളുടെ മനസ്സിലുണ്ടാക്കുന്ന ആ ഒരു ഇമ്പാക്റ്റ് വളരെ വലുതാണ്. നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലല്ലോ?
ഞാനിത് ഇപ്പം ഇവിടെ പറയാനായിട്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ അടുത്ത് ഒരുപാട് ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. ഒരുപാട് ഈ ഒരു അവസരത്തിൽ അതൊന്നും പറയേണ്ടെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷെ നമ്മൾ വളർന്നു വരുന്ന ഈ ഒരു സമൂഹം അതിന് എന്തെങ്കിലും നമുക്ക് മാറ്റങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഈ അടുത്ത് നമ്മൾ ന്യൂസിൽ കേട്ടിട്ടുണ്ട് ഷഹബാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടീൻ്റെ മരണം. അത് എൻ്റെ വീടിൻ്റെ കോഴിക്കോടാണ്. ആ കുട്ടീൻ്റെ മരണം സംബന്ധിച്ചത് താമരശ്ശേരിയാണ്, കോഴിക്കോട് ഭാഗത്ത് തന്നെയാണ്. ആ ഒരു വാർത്ത കേട്ടിട്ട് ഞാൻ കുറേ നേരം ഇരുന്ന് കരഞ്ഞു പോയിട്ടുണ്ട്. എൻ്റെ ഉമ്മക്കറിയാം, കരഞ്ഞ് ഞാനാണെങ്കിൽ പാനിക്കായി പോയിട്ടുണ്ടായിരുന്നു. കാരണം അത്രത്തോളം എൻ്റെ മനസ്സിനെ വല്ലാതെ അത് ബാധിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഓരോ പാരൻസിൻ്റെ എന്താ പറയുക, നമ്മൾ എത്രത്തോളം നല്ലത് പറഞ്ഞാലോ മക്കള് അതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് പാരൻസിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം. പക്ഷെങ്കിലും ചെറുപ്പം മുതലേ തന്നെ ഓരോ ജീവനും അതിൻ്റെതായിട്ടുള്ളൊരു വിലയുണ്ട്. ഇപ്പം നമ്മൾ കൊതുകിനെ കൊല്ലുണ്ടെങ്കിൽ പോലും ആ ജീവന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നമ്മൾ ചെറുപ്പത്തിലെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ മക്കള് കൊതുകിനെ കൊല്ലണമാതിരി മനുഷ്യന്മാരെ കൊല്ലൂല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഓരോ വട്ടം ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ഇന്നത്തെ നമ്മുടെ ഈ കാലത്ത് നീതി ലഭിക്കോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ പ്രാർത്ഥന എന്നുള്ളൊരു സംഭവത്തിൻ്റെ പവറിൽ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അനീതി ചെയ്യുന്നവർക്ക് അതിൻ്റെ അത്ര ശിക്ഷ തന്നെ ദൈവം കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ആ ഒരു വിഷയം അല്ലെങ്കിൽ ആ ഒരു ന്യൂസ് കേട്ടപ്പോൾ ഏതൊരു മാതാവിനാണെങ്കിലും അത് വല്ലാതെ വേദനിച്ചിട്ടുണ്ടാകും എന്ന് തീർച്ചയായിട്ടും ഉറപ്പാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ വളർന്നു വരുന്ന സമൂഹത്തിൽ നമുക്ക് പറഞ്ഞു കൊടുത്താലും മനസ്സിലാകുന്നില്ലെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മൾ ആക്ഷൻസിലൂടെ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് ഇനിയുള്ളൊരു സമൂഹത്തിനെ നമുക്ക് കുറച്ചു പേരെങ്കിലും നല്ല രീതിയിലേക്ക് മാറ്റി കൊണ്ടുവരാനായിട്ട് പറ്റത്തേന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം ഞാനൊക്കെ വളർന്നു വരുന്ന സമയത്ത് എനിക്കൊക്കെ മൊബൈൽ ഫോണൊക്കെ, ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് എനിക്ക് മൊബൈൽ ഫോൺ കിട്ടുന്നത് തന്നെ. അപ്പോൾ പ്ലസ് 1 പ്ലസ് 2 എനിക്ക് റേഷൻ അരിയായിരുന്നു മൊബൈൽ കിട്ടുക. അങ്ങനെയൊന്നും കിട്ടുമൊന്നുമില്ല, തരുമൊന്നുമില്ല. ഉമ്മ പഠിക്കുന്ന കാര്യത്തിലൊക്കെ നല്ല സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ പഠിച്ച് നല്ല മാർക്ക് കൊണ്ട് ഇവിടെ എത്തി. അന്നൊക്കെ ഉമ്മ ശ്രദ്ധിച്ച് മൊബൈൽ തരുന്നതുകൊണ്ട് പഠിക്കുന്നതിന് നല്ല കോൺസെൻട്രേഷൻ ഉണ്ട് ഇപ്പം, മനസ്സിലായോ? അതേമാതിരി ഉറങ്ങണ സമയത്ത് നല്ലോണം ഉറക്കം കിട്ടും. ഇന്നെന്താ ഫോണ് നോക്കി നേരെ കണ്ണടച്ച് കിടക്കുക അല്ലേ? അപ്പം ഉമ്മ എൻ്റെ ചെറുപ്പത്തിൽ പറയാറുണ്ടായിരുന്നു, എന്തിനാ ചെറിയ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോൾ ഞാൻ തിരിച്ച് ചൂടാവുമായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നത്. നമ്മൾ പഠിക്കുന്ന സമയത്ത് പഠിപ്പിനാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും എത്തുള്ളൂ എന്ന് പറയുന്നതിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. എത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് എൻ്റെ പേരൻസിൻ്റെ ആ ഒരു സപ്പോർട്ട് കൊണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിൻ്റെ പവർ ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോരുത്തർക്കും നല്ലപോലെ മനസ്സിലാകുന്നുണ്ട്, നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പേരിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള വളരെ കുറച്ച് അല്ലെങ്കിൽ ലക്കി എന്ന് ഞാൻ പറയുന്നില്ല, ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് നിങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ വളരെയധികം എനിക്ക് അഭിമാനം തോന്നിയിട്ടുണ്ട് നിങ്ങൾ ഓരോരുത്തരും. കാരണം മിക്കവാറും എല്ലാവരും അമ്മമാരായിരിക്കും. വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് അതിനുശേഷം അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഈ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നത് നിങ്ങളോട് കൂടിയുള്ള ആ ഒരു സെൽഫ് റെസ്പെക്റ്റും നിങ്ങളുടെ ഫാമിലിനോടുള്ള ആ ഒരു കടമയാണ്. അപ്പം ശരിക്കും ഇന്നത്തെ വുമൻസ് ഡേ നിങ്ങൾ കൊണ്ടുപോയി, ഞാനൊന്നും അല്ല, നിങ്ങളാണ് ഇന്നത്തെ മെയിൻ ആൾക്കാർ. അപ്പം നിങ്ങളുടെയൊക്കെ മുമ്പിൽ നിന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റിയതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്, ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ മെഡിക്കൽ റെക്കോർഡ്സിലേക്ക് 10% ഉള്ളെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഞാനിന്ന് നേടിയെടുത്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞാനിന്ന് ചെയ്ത് തീർത്തിട്ടുണ്ട്. അതേപോലെ എൻ്റെ ആഗ്രഹങ്ങൾ പലതും ഞാൻ നിറവേറ്റിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളായിരുന്നു മമ്മൂട്ടി. അപ്പോൾ മമ്മൂക്കാരുടെ കൂടെ ഒരു ആഡിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂക്കാരുടെ കൂടെ തൊട്ടടുത്ത് നിന്നിട്ട്. അപ്പം അത് 2022 അതിനുശേഷം ഞാനിങ്ങനെ അന്നെടുത്ത ഫോട്ടോയ്ക്ക് ശേഷം ഞാനിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറയുക, നമ്മൾ ഒരു കാര്യം നടക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കും എന്ന് പറയുന്നത് ഭയങ്കര ഒരു ശരിക്കുമുള്ളൊരു സംഭവം. 2022 ഒരു സ്റ്റേറ്റ് റോബോട്ടിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ആപ്പിൻ്റെ ഒരു ആഡ് യൂട്യൂബിലൊക്കെ ഉണ്ട്.
അതിൽ ഞാൻ അഭിനയിച്ച് കഴിഞ്ഞ് മമ്മൂക്കാൻ്റെ കൂടെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ മമ്മൂക്കാൻ്റെ കൂടെ ഈ ഒരു ഫോട്ടോയും കൂടി എടുക്കണം, ഈ ഒരു മൊമെൻറ്റും കൂടെ റിക്രിയേറ്റ് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ 2024 ജൂലൈ 7-ാം തീയതി കൈരളി ഫീനിക്സ് അവാർഡിൻ്റെ വനിതാ വിഭാഗ പുരസ്കാരം എനിക്കാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് മമ്മൂക്കാനെ വീണ്ടും കണ്ടപ്പോൾ അദ്ദേഹം എന്നെ ഓർത്തെടുത്തല്ലോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്കുണ്ടായിരുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് ഭയങ്കര ഒരു വല്ലാത്തൊരു സന്തോഷമായിരുന്നു. എൻ്റെ ചിത്രങ്ങളും വരച്ചതും ഞാൻ സംസാരിക്കുന്നതും വായിക്കുന്നതും ആ ആഡിൽ മമ്മൂക്കാൻ്റെ ഒപ്പം അഭിനയിച്ചതിൻ്റെ ഒക്കെ വിഷ്വൽസ് സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ മമ്മൂക്ക് ഇങ്ങനെ എന്നെ നോക്കിയിട്ട് ഇതാ കുട്ടിയല്ലേ എന്നുള്ള രീതിയിൽ എന്നെ നോക്കി പറഞ്ഞപ്പോൾ അത്രയും വലിയൊരു മനുഷ്യൻ, അത്രയും തിരക്കുള്ളൊരു മനുഷ്യൻ്റെ ശ്രദ്ധയിൽ ഞാൻ പെട്ടല്ലോ, അല്ലെങ്കിൽ മുമ്പരെന്നെ ഓർത്തെടുത്തല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ അടിപൊളിയാണെന്ന് എനിക്ക് ഒന്നുകൂടെ ഉറപ്പായി. അതെനിക്ക് ഭയങ്കര സന്തോഷം. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇപ്പം സിനിമാ ഫീൽഡിലുള്ള ഒരുപാട് പേര് മമ്മൂക്കാൻ്റെ വായിന്നത് കേട്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന വാക്കുകളായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ പഴയ കോ-ആക്ടേഴ്സാണ്, ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയുക സന്തോഷത്തിൻ്റെ ഞാനിങ്ങനെ ഇരുന്ന് വിറക്കുകയായിരുന്നു, എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയാതെ. അപ്പം അത്രത്തോളം സന്തോഷം ഒക്കെ എൻ്റെ ജീവിതത്തിൽ നടക്കുമ്പോഴും എപ്പോഴും ഞാൻ ചെയ്യാവുന്ന കാര്യം ഞാൻ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക എന്നുള്ളൊരു സംഭവം. നമുക്ക് എന്തൊക്കെയോ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നിപ്പോൾ എൻ്റെ 2 കാലിനും കൂടി 12 ലക്ഷം രൂപയാണ് കോസ്റ്റ് വന്നിട്ടുള്ളത്. അത് ഞാൻ പൈസക്കാത്തിയെന്ന് കാണിക്കാനല്ല ഞാൻ പറഞ്ഞത്, അത് എൻ്റെ ഫാമിലി എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചതുകൊണ്ടാണ് ആ സംഭവം നടന്നത്. ഈ കയ്യും കാലും കണ്ണും മൂക്കും ചെവിയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ജന്മനുണ്ട്, പക്ഷെ എനിക്കതില്ലാത്തതുകൊണ്ട് എൻ്റെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പോലും പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരു സാഹചര്യമാണ് എനിക്കുള്ളത്. അപ്പം എൻ്റെ കാലിന് 12 ലക്ഷം രൂപ അവിടെ എൻ്റെ ഓട്ടോബോക്ക് എന്നാണ് ആ കമ്പനിയിൽ വരും, ബാംഗ്ലൂരാണ്. അവിടെ ചില കാലിനൊക്കെ 38 ലക്ഷം രൂപ ഒക്കെ വരുന്നുണ്ട്. അപ്പം ഒരിക്കലും ഇല്ലാൻ പറ്റാത്ത അത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളാണ് ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും തന്നിട്ടുള്ളത്. കണ്ണ്, മൂക്ക്, ചെവി, കാല്, കൈ. അപ്പം ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരുമ്പോൾ എനിക്ക് വിഷമിക്കാനൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെങ്കിലും ഇതുപോലും ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ എന്നെക്കാളും കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് എന്ന് എപ്പോഴും എൻ്റെ ഉമ്മ പഠിപ്പിച്ചു തന്നുകൊണ്ട് എനിക്ക് അത് എൻ്റെ ജീവിതത്തിൽ വളരെ വലിയൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് എനിക്കുള്ളതും ഇല്ലാത്തതിലും ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. ഞാൻ തമാശക്ക് ഇങ്ങനെ ഉമ്മാനോടൊക്കെ പറയും, നിങ്ങളൊക്കെ കാലിൻ്റെ ഏറ്റവും അറ്റത്തൊരു ചെറിയ വിരലില്ലേ, അതൊക്കെ മേശങ്ങളൊക്കെ തട്ടുമ്പോൾ ഭയങ്കര വേദന ഇല്ല, എവിടെയെങ്കിലൊക്കെ തട്ടുമ്പോൾ അല്ലേ നല്ല വേദന അല്ലേ? അതേമാതിരി എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് എടുത്ത് സ്കൂട്ടറിൽ വീണിട്ട് കാലൊടിക്കും. അപ്പം ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും എന്നോടങ്ങനെ സഹതാപോ സിമ്പതി അങ്ങനെ ഒന്നും ഇല്ലാത്ത കുറച്ച് ഫ്രണ്ട്സാണ് എനിക്കുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ കാലൊടിഞ്ഞ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, തമാശക്ക് ഞാൻ പറഞ്ഞു, ഇതൊക്കെ കാണുമ്പോൾ കാലില്ലാത്തത് നന്നായി തോന്നുക, കാരണം അത്ര വേദന സഹിക്കണ്ടല്ലോ, അത്ര ലാഭമായി കിട്ടിയല്ലോ. അത് പക്ഷെ ഒരിക്കലും അഹങ്കാരമായിട്ട് പറയില്ല, ഞാൻ അങ്ങനെ ഫണ്ണായിട്ട് എടുക്കാനാണ് എനിക്ക് ആഗ്രഹം. കാരണം നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് മസിൽ പിടിച്ച് ജീവിക്കേണ്ടതുണ്ടോ? അല്ലോ, അങ്ങനെ മസിൽ പിടിച്ച് ജീവിക്കേണ്ടതുണ്ടോ? ഇല്ലല്ലോ, കൂളായിട്ട് ജീവിക്കുക. എന്തായാലും ഒരു ദിവസം മരിച്ചു. അപ്പൊ അതിനു മുമ്പ് ജീവിക്കുന്ന കാലം നല്ല സമാധാനത്തോടെ സന്തോഷത്തോടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ നല്ല ഭംഗിയിൽ, പക്ഷെ വേറെ ആർക്കും ഒരു ഇടങ്ങേറുണ്ടാക്കാത്ത പോലെ നല്ലപോലെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് എപ്പോഴും ഭയങ്കര സന്തോഷത്തിൽ ജീവിക്കാൻ പറ്റും. ഈ അടുത്ത് ഞാനിങ്ങനെ കാണാറുണ്ട്, നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ ലാസ്റ്റ് 7 മിനിറ്റ്സ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഓർമ്മകൾ ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് പോലെ വരുന്നു. അങ്ങനത്തെ ആ 7 മിനിറ്റ്സിൽ ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ, അച്ചീവ്മെന്റ്സ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കി വെക്കുക. നമുക്ക് വേണ്ടി ആരാ ജീവിക്കുക? നമ്മൾ തന്നെയാണ് ജീവിക്കേണ്ടത്. വേറെ ആരും ഉണ്ടാവില്ല നമുക്ക് വേണ്ടി ജീവിക്കാൻ. നമ്മുടെ സന്തോഷങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്സ്. അത് നമ്മൾ നേടിയെടുക്കുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാവും. ഇന്നിപ്പം എനിക്ക് വരക്കാനും പാടാനും എല്ലാം ഇഷ്ടമാണ്, അതോടൊപ്പം തന്നെ എനിക്ക് പഠിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ചെറുപ്പത്തിൽ +2 ഒക്കെ കഴിയുമ്പോഴൊക്കെ
എനിക്കിങ്ങനെ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഡിഗ്രിക്കും PGക്കും ഒക്കെ എനിക്ക് ഫീസൊന്നും കൊടുക്കാതെ എന്താ പറയുക ഒരു ഫീസും കൊടുക്കാതെയാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതത്രയും മാർക്ക് ഞാൻ ഒരുപാട് പേര് എന്നെ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ പൊതുവെ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഒരു ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഒരു വീൽ ചെയറിൽ ഇരുന്ന് പോയിട്ടുണ്ടെങ്കിലൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് നല്ലപോലെ അറിയാവുന്നതും മനസ്സിലാകുന്നതും കൊണ്ട് അങ്ങനത്തെ സാഹചര്യങ്ങൾ ഒക്കെ വരുമ്പോൾ ഞാൻ നല്ലപോലെ സംസാരിക്കുകയൊക്കെ ചെയ്യും. അതായത് നമുക്ക് നമ്മുടെ അവകാശങ്ങളെ പറ്റി സംസാരിക്കാൻ നമുക്കുണ്ടാകുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അതേ സംഭവം എനിക്ക് എപ്പോഴും ഉള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു റൈറ്റ് എനിക്ക് നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ നല്ലപോലെ ചോദ്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് അങ്ങനെ ഞാൻ ചോദ്യം ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ച കുട്ടികളും ഈവൻ എൻ്റെ സാറുമാർ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, നൂറിന് കയ്യും കാലമില്ലാത്തത് നൂറ് ഒരു അഹങ്കാരമായിട്ട് എടുക്കുകയാണ്, അത് പ്രിവിലേജ് ആയിട്ട് എടുക്കുകയാണ്, അത് ചോറാക്കാണ് എന്നുള്ള പല സ്റ്റേറ്റ്മെൻറ്റ്സും എൻ്റെ ഫേസ് ടു ഫേസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത്രയും കാലം എൻ്റെ ഉമ്മയും ഉപ്പയും കൂടി വളർത്തി വലുതാക്കി ഉണ്ടാക്കിയിട്ടുള്ള എൻ്റെ ഒരു കോൺഫിഡൻസ് തകർക്കാൻ മാത്രം പവർ ചില വാക്കുകൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും പക്ഷേങ്കിലും പിന്നീട് ഞാൻ ആലോചിച്ചു, എനിക്ക് കയ്യും കാലം ഇല്ലാത്തതിന് ഞാൻ പ്രിവിലേജ് എടുക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ അർഹിക്കുന്ന ഒരു കാര്യമല്ലേ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഒരാൾക്കും എന്നെ പോലെ എൻ്റെ ജീവിതം ജീവിക്കാൻ പറ്റൂല എന്ന് തീർച്ചയായിട്ടുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട്. നിങ്ങൾക്കൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാൻ പറ്റുമോ? എല്ലാ ദിവസവും പുറത്ത് പോകുമ്പോൾ രാവിലെ എണീറ്റ് തൊട വരെയുള്ള ഒരു ടൈറ്റ് സാധനം കാലുമലിട്ട് നടക്കാൻ നിങ്ങൾക്ക് പറ്റും? ബുദ്ധിമുട്ടല്ലേ? പക്ഷെ എനിക്ക് പറ്റും. ഞാൻ ജനിച്ച് കുറച്ച് കാലം മുതലേ ഇപ്പോഴും ഞാൻ അതിട്ട് നടക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ അനുഭവം അതാണ്. എനിക്കതല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതും കൊണ്ടും എൻ്റെ ജീവിതം എങ്ങനെയാണെങ്കിലും ഞാൻ ഭംഗിയാക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് എനിക്ക് അറിയുന്നത് കൊണ്ടും ബാക്കിയുള്ളവർ പറയുന്ന കാര്യങ്ങളിൽ എന്നെ ബാധിക്കാറില്ല. നിങ്ങളുടെ സന്തോഷത്തിന് വേറെ ആരെങ്കിലും തടയേണ്ടതില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്വന്തത്തിലുണ്ടെങ്കിൽ പലർക്കും നമ്മൾ കണ്ടുപഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇതേപോലെയുള്ള ഒരുപാട് വനിതകൾ ഇനി ഉഷാറായിട്ട് വരട്ടെ. ഇനിയും ഇതിനേക്കാളും ഹാർഡ് വർക്ക് ഒക്കെ ചെയ്തില്ലെങ്കിൽ ഇനിയും ഒരുപാട് നല്ല നേട്ടങ്ങളൊക്കെ കൈവരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും എനിക്ക് ഇത്രയും നേരം ക്ഷമയോടെ കേട്ടിരുന്നു. നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് സ്നേഹം എല്ലാം ഞാൻ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ എന്നെ ഉൾപ്പെടുത്തുക. ഇനിയും എപ്പോഴെങ്കിലൊക്കെ കാണാൻ സാധിക്കട്ടെ എന്ന് എന്നിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. തൃശ്ശൂർ വരാൻ പറ്റിയതിലും ഇങ്ങനെ ഒരു അവസരം നൽകിയതിലും LICക്കും അതേപോലെ ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് സ്നേഹവും നന്ദി ഞാൻ അറിയിക്കുകയാണ്. നിങ്ങളിൽ വിശ്വസിക്കുക, അടിപൊളിയായിട്ടിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. മണ്ണിൽ
നല്ലൊരു പാട്ടായിരുന്നു. അതുപോലെ നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് ആയിരുന്നു. നൂർ ജലീലയുടെ അനുഭവമാണ് ഞങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.